ഹായ് എവരി വൺ. KSONയുടെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കേരള ഗവേണൻസിൻ്റെ സിലബസ്. ഒത്തിരി വലിയ സിലബസായിട്ട് തോന്നുമെങ്കിലും ശരിക്കൊരു പൊതു അവബോധവും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു റിസ്ക്കും എടുക്കാനുള്ളൊരു ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം എഴുതാൻ സാധിക്കും. ഈ പൊതു അവബോധമാണ് കേരള ഗവേണൻസ് എന്ന് പറയുന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസും ഈ ഗവേണൻസുമാണ്. ഈ ഭാഗത്ത് നിന്ന് ഒട്ടുമിക്ക മെയിൻസ് എക്സാമിനും, അതായത് 10th ലെവൽ തൊട്ട് ഡിഗ്രി മെയിൻസ് വരെയുള്ള പരീക്ഷകൾക്ക് കേരള ഗവേണൻസ് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള മെയിൻസ് എക്സാമിന് 10 മാർക്കിന് കേരള ഗവേണൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നായിരുന്നു സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഭാഗങ്ങളിലെല്ലാം കറണ്ട് അഫയേഴ്സിൻ്റെ വെയിറ്റേജ് കുറച്ച് കേരള ഗവേണൻസിൽ നിന്ന് 11 മുതൽ 13 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടെ തന്നെ നമുക്ക് കേരള ഗവേണൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ആയാലും മെയിൻസിൻ്റെ ആയാലും സിലബസ് പഠിക്കുമ്പോൾ നമ്മളവിടെ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുന്നുണ്ട്, എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്, അങ്ങനെ ഒട്ടുമിക്ക സബ്ജക്ട്സും നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് ഈ ഭാഗത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ തൊട്ട് പഠിക്കുന്ന ഡെമോക്രസി, അതിന് 3 പില്ലേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നു. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ ഞാൻ പറഞ്ഞ ഈ എക്സാമിൻ്റെ സിലബസിലെല്ലാം നമ്മൾ ലെജിസ്ലേച്ചറിനെ പറ്റി വിശദമായിട്ട് പഠിക്കുന്നുണ്ട്, ജുഡീഷ്യറിയെ പറ്റി വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ എക്സിക്യൂട്ടീവിൻ്റെ കാര്യം എടുത്താൽ അവിടെ നമ്മൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ സിലബസിൽ. അതായത് യൂണിയൻ എക്സിക്യൂട്ടീവ് ആൻഡ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പിന്നെ അറ്റോർണി ജനറൽ ഉൾപ്പെടുന്ന യൂണിയൻ എക്സിക്യൂട്ടീവും. സ്റ്റേറ്റിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഗവർണർ, ചീഫ് മിനിസ്റ്റർ, അവിടെ അഡ്വക്കേറ്റ് ജനറൽ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നിവർ ഉൾപ്പെടുന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും. ഇതാണ് നമ്മളൊരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന പെർമനൻ്റ് അല്ലാത്ത എക്സിക്യൂട്ടീവാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എക്സിക്യൂട്ടീവിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നും പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്നും. പെർമനൻ്റ് എക്സിക്യൂട്ടീവിനെ നമ്മൾ സാധാരണയായി ബ്യൂറോക്രസി എന്നാണ് പറയാറുള്ളത്. ബ്യൂറോക്രസി എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ദ എംപ്ലോയീസ് ഹു വർക്ക് അണ്ടർ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് അഡ്മിനിസ്റ്റർ ദ കൺട്രി ആർ ടുഗെദർ നോൺ ആസ് ബ്യൂറോക്രസി. പൊതുഭരണത്തിൻ്റെ കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും രാജ്യത്തെ ഭരിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, അതാണ് ബ്യൂറോക്രസി. ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടം, ബ്യൂറോക്രാറ്റ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു വാക്ക് അവിടെ വന്നതുകൊണ്ട് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുകൂടെ നോക്കാം. ഇത് 10th ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൽ ഉള്ളിൽ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനുള്ളിൽ ബ്യൂറോക്രസി, ഇ ഗവേണൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, സിവിൽ സർവീസ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അതിൽ കവർ ചെയ്യുന്നുണ്ട്. അതിലെ ഡെഫിനിഷനാണ്: പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ്, ഗവൺമെൻറ്റൽ പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് ആയിട്ടുള്ള മെന്നായാലും അല്ലാത്ത എക്കണോമിക് റിസോഴ്സസ് ആയാലും യൂസ് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നന്നായി നടത്തുന്നതിനെ നമ്മൾ പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നു. ഇനി വീണ്ടും തിരിച്ച് നമുക്ക് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലേക്ക് വരാം. പെർമനൻ്റ് എക്സിക്യൂട്ടീവിന് കുറച്ച് സവിശേഷതകളുണ്ട്. അത് ഈ സാമൂഹ്യശാസ്ത്ര ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇതിനെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി എന്തൊക്കെയാണ് ബ്യൂറോക്രസിയുടെ പ്രത്യേകതകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് ഡിഗ്രി പ്രിലിംസിന് സിവിക്സിൻ്റെ ഭാഗത്തു നിന്നും, വേണമെങ്കിൽ ഡിഗ്രി മെയിൻസിന് കേരള ഗവേണൻസ് പാർട്ടിൽ നിന്നും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് ഓർ ബ്യൂറോക്രസി. ആദ്യത്തെ പ്രത്യേകത ഹൈറാർക്കിയൽ ഓർഗനൈസേഷനാണ്. താഴെത്തട്ടിലുള്ള പിയൂണ് മുതൽ, സംസ്ഥാനത്തിൻ്റെ കാര്യമെടുത്താൽ ചീഫ് സെക്രട്ടറി, കേന്ദ്രത്തിൻ്റെ കാര്യമെടുത്താൽ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് എക്സിക്യൂട്ടീവിൻ്റെ ശ്രേണി.
ഒരു ശ്രേണീബദ്ധമായ ചട്ടക്കൂടാണ്, ഹൈറാർക്കിയൽ ഓർഗനൈസേഷനാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. രണ്ടാമത് പെർമനൻസ്, സ്ഥിരമാണ്. റിട്ടയർമെൻറ്റ് ഏജ് വരെ അവർ തുടരും. 5 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നില്ല. എന്നാൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇങ്ങനെയല്ല, നോൺ പെർമനൻ്റ് ആണ്. അടുത്തതായിട്ട് അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയുടെ അല്ലെങ്കിൽ പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നിയമിക്കപ്പെടുന്നത്. അടുത്ത ക്വാളിഫിക്കേഷൻ എന്താണ്? അടുത്ത പ്രത്യേകത എന്താണ്? പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. സർക്കാരുകൾ മാറി മാറി വരും. അവരുടെ ഉള്ളിൽ ഏതെങ്കിലും പാർട്ടിയോട് ബയസ്നെസ് ഉണ്ടായിരുന്നാൽ പോലും അതൊന്നും പുറത്ത് കാണിക്കാതെ മാറി മാറി വരുന്ന സർക്കാരുകളോടൊപ്പം നിന്ന്, ന്യൂട്രലായിട്ട് നിന്ന് അവരുടെ പദ്ധതികളും നയങ്ങളും നടപ്പിലാക്കുക എന്നുള്ളതാണ് ബ്യൂറോക്രസിയുടെ ലക്ഷ്യം. അടുത്ത പ്രത്യേകത പ്രൊഫഷണലിസം. എത്രയോ വർഷങ്ങളായി അവർ ജോലി ചെയ്യുന്നു, ആ സ്കില്ല് അവരുടെ കയ്യിലുണ്ട്, അവർ സ്പെഷ്യലൈസ്ഡ് ആണ്, അവർ പ്രൊഫഷണൽസ് ആണ്. ഈ 5 പ്രത്യേകതകളും ബ്യൂറോക്രസിയുടെ സവിശേഷതകളായി ഓർമ്മിക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബ്യൂറോക്രസിയെ പറ്റിയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവീസസ്, സെൻട്രൽ സർവീസസ്, സ്റ്റേറ്റ് സർവീസസ്. ഓൾ ഇന്ത്യ സർവീസസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നാഷണൽ ലെവലിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു, സെൻട്രൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? 3 ഓൾ ഇന്ത്യ സർവീസാണ് നമുക്കുള്ളത്. IAS, ഇന്ത്യൻ പോലീസ് സർവീസ് ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇവർക്ക് രാജ്യത്ത് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഇനി സെൻട്രൽ സർവീസിൻ്റെ കാര്യം എടുത്താലോ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ ലെവലിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലായിരിക്കും ഇവർക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുക. ഇത് 3 ഒഴിച്ചുള്ള ബാക്കി എല്ലാ എക്സാംസും ഓൾമോസ്റ്റ് സ്പെഷ്യലൈസേഷൻ വേണ്ട എക്സാംസ്, ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതെല്ലാം സെൻട്രൽ സർവീസിൻ്റെ കീഴിൽ വരുന്നതാണ്. സ്റ്റേറ്റ് സർവീസ് ആണെങ്കിലോ സ്റ്റേറ്റ് ലെവലിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത്. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഓൾ ഇന്ത്യ സർവീസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS. ഇത് 3ഉമാണ് ഓൾ ഇന്ത്യ സർവീസസ്. The members of these services occupy top positions under both center and the states and serve them by turns. സെൻട്രൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ ഇവർക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കാം. They are recruited and trained by the center. നമുക്കറിയാം ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി UPSC ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം നോട്ടിഫിക്കേഷൻ വരും, പിന്നെ പ്രിലിമിനറി, പിന്നെ മെയിൻസ്, ഇൻ്റർവ്യൂ. ഈ 3 ഘട്ടങ്ങളുള്ള പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പോസ്റ്റിനനുസരിച്ച് പല സ്ഥലങ്ങളിലായി ട്രെയിനിങ് ലഭിക്കും. ദീസ് സർവീസസ് ആർ കൺട്രോൾഡ് ജോയിൻ്റ്ലി ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. രണ്ടുപേരും ഒരുമിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത് ഓൾ ഇന്ത്യ സർവീസിനെ. ദ അൾട്ടിമേറ്റ് കൺട്രോൾ ലൈസ് വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് വൈൽ ദ ഇമ്മീഡിയറ്റ് കൺട്രോൾ വെസ്റ്റ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അൾട്ടിമേറ്റ് കൺട്രോൾ സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, എന്നാൽ ഇമ്മീഡിയറ്റ് കൺട്രോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മൾ ഈ ഇടയ്ക്കും കണ്ടു, കൊച്ചിയിലെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തിനെ തുടർന്ന് അത് ശരിയായി മാനേജ് ചെയ്യുന്നതിലെ അപാകത ആരോപിച്ചിട്ട് കളക്ടർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റിയല്ലേ. ഇത് സർവ്വസാധാരണമായി നമ്മൾ പത്രങ്ങളിൽ കാണുന്നതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് കൺട്രോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് എന്ന് ഓർമ്മിക്കുക. അടുത്തതായി 1947 ഇന്ത്യൻ സിവിൽ സർവീസ് ICSൻ്റെ പേരാണ് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് മാറിയത്. ഇന്ത്യൻ പോലീസ് IP ആണ് ഇന്ത്യൻ പോലീസ് സർവീസ് IPS എന്നും മാറിയത്. ഇനി 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS രൂപീകൃതമാകുന്നത്. ഇനി എങ്ങനെയാണ് ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കുന്നത്? ആർട്ടിക്കിൾ 312ൻ്റെ അടിസ്ഥാനത്തിൽ ഈ പവർ ഉള്ളത് രാജ്യസഭയ്ക്കാണ്. രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ ഒരു ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കാനായി സാധിക്കുകയുള്ളൂ. പബ്ലിക് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 308 തൊട്ട് 314 വരെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഉണ്ട് നമുക്ക് എക്സാമിന് ഉപകാരപ്പെടുന്ന, അത് മാത്രം പഠിച്ചാൽ മതി. ആർട്ടിക്കിൾ 308 ജനറലി ഇൻ്റർപ്രിട്ടേഷനാണ്. എന്നാൽ 309 വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് പേഴ്സൺസ് സെർവിങ് ദ യൂണിയൻ ഓർ എ സ്റ്റേറ്റ് empowers the parliament and state legislatures to regulate the recruitment and conditions of service. പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭയ്ക്കും
റിക്രൂട്ട്മെൻറ്റും കണ്ടീഷൻസ് ഓഫ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 309 പറയുന്നത്. ഇനി നമ്മൾ തുടർന്ന് ക്ലാസ് അങ്ങോട്ട് പോകുമ്പോഴെല്ലാം കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആക്ട്സും എല്ലാം നമ്മൾ പഠിക്കും. അതെല്ലാം തന്നെ ആർട്ടിക്കിൾ 309 കീഴിൽ ഒന്നുകിൽ നിയമസഭയോ അല്ലെങ്കിൽ പാർലമെൻറ്റോ രൂപീകരിച്ച റൂൾസും ആക്ട്സുമായിരിക്കും. അടുത്തതായി ആർട്ടിക്കിൾ 310 ആണ്. ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് പേഴ്സൺ സെർവിങ് ദ യൂണിയൻ ഓർ എ സ്റ്റേറ്റ് ദേ ഹോൾഡ് ദ പോസ്റ്റ് അണ്ടർ ദ സെൻറ്റർ ഡ്യൂറിങ് ദ പ്രസിഡൻസ് പ്ലഷർ. കേന്ദ്രത്തിൽ പ്രസിഡൻറ്റിൻ്റെ പ്രീതിയുള്ളിടത്തോളം കാലവും സംസ്ഥാനങ്ങളിൽ ഗവർണറിൻ്റെ പ്രീതിയുള്ളിടത്തോളം കാലവുമാണ് ആളുകൾ പദവിയിലിരിക്കുന്നത്. അടുത്തതായി 311 ഡിസ്മിസൽ, റിമൂവൽ ഓർ റിഡക്ഷൻ ഇൻ റാങ്ക് ഓഫ് പേഴ്സൺസ് employed in civil capacities under the union or a state. They may not be dismissed or removed by an authority that is subordinate to the one that appointed him. അദ്ദേഹത്തെ നിയമിച്ച അതോറിറ്റിയെക്കാളും റാങ്ക് കുറഞ്ഞ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തെ ഡിസ്മിസൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് 311 പറയുന്നത്. 312 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾ 312 പ്രകാരമാണ് രാജ്യസഭയ്ക്ക് ഒരു ഓൾ ഇന്ത്യ സർവീസ് പാസ്സാക്കാനുള്ള റെസൊല്യൂഷൻ ഉള്ള അധികാരം ലഭിക്കുന്നത്. അപ്പോൾ ഈ 4 എണ്ണവും വളരെ വളരെ പ്രധാനമാണ്. 309, 310, 311, 312. 312A, 313, 314 ഇതത്ര പ്രധാനപ്പെട്ടതല്ല. ഇതിൽ റിപ്പീൽ ചെയ്ത വകുപ്പുകളുമുണ്ട്. അതുകൊണ്ട് ഈ 4 എണ്ണം പ്രത്യേകം ഓർമ്മിക്കുക. ഓൾ ഇന്ത്യ സർവീസും അത് രൂപീകരിക്കാനുള്ള രാജ്യസഭയുടെ അധികാരത്തെപ്പറ്റി നമ്മൾ നോക്കി. ഇനി സെൻട്രൽ സർവീസസ് ആണ്. ദ പേഴ്സണൽ ഓഫ് ദ സെൻട്രൽ സർവീസസ് ആർ സബ്ജക്റ്റഡ് ടു ദ സോൾ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അധികാരം അവരുടെ പുറത്തുണ്ടായിരിക്കും. എങ്കിൽ സെൻട്രൽ സർവീസിനാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ദേ വർക്ക് ഇൻ ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഇൻ സ്പെഷ്യലൈസ്ഡ് പൊസിഷൻസ്. ഇന്ത്യൻ എക്കണോമിക് സർവീസ്, റെയിൽവേ സർവീസ്, പോസ്റ്റൽ സർവീസ്, ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാനാണ് സെൻട്രൽ സർവീസസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഉദാഹരണം എന്താണ്? ദ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഈസ് ദ ഹയസ്റ്റ് സെൻട്രൽ സർവീസ്. അത് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. ഇന്ത്യൻ ഫോറിൻ സർവീസാണ് സെൻട്രൽ സർവീസിലെ ഏറ്റവും ഉയർന്ന പദവി. Prior to the independence, the central services were classified into 4 categories: Class 1, Class 2, Subordinate and Inferior. ഇൻഡിപെൻഡൻസിന് മുമ്പ് സെൻട്രൽ സർവീസസിനെ ഈ 4 രീതിയിലായിരുന്നു ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരുന്നത്: ക്ലാസ് 1, ക്ലാസ് 2, സബോർഡിനേറ്റ് ആൻഡ് ഇൻഫീരിയർ. ഇൻഡിപെൻഡൻസിന് ശേഷം സബോർഡിനേറ്റ്, ഇൻഫീരിയർ എന്ന വാക്കുകൾ മാറ്റി അതിനെ ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാർ എന്ന് മാറ്റി. 1974 ശേഷം ഈ എല്ലാ ക്ലാസിഫിക്കേഷനും മാറ്റി പുതിയൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതായത് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി ആൻഡ് ഗ്രൂപ്പ് ഡി. ഓക്കെ, അടുത്തതായി നമ്മൾ കേരള സർവീസിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് പഠിച്ചു, സെൻട്രൽ സർവീസ് പഠിച്ചു. സ്റ്റേറ്റ് സർവീസ് പഠിക്കുമ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എത്ര തരത്തിലുണ്ട് എന്നെല്ലാം നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പാർട്ട് 1 വളരെ ജനറലായിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളുമാണ്. പാർട്ട് 2 ആണ് വളരെ വളരെ പ്രധാനപ്പെട്ടത്. അതിലാണ് പാർട്ട് 2-ലെ സെക്ഷൻ 6-ലാണ് ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നത്. അതായത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസസിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു: സ്റ്റേറ്റ് സർവീസ് എന്നും ദ സബോർഡിനേറ്റ് സർവീസ് എന്നും. സ്റ്റേറ്റ് സർവീസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ 7. ഇനി ഈ എത്ര തരത്തിൽ സ്റ്റേറ്റ് സർവീസസ് ഉണ്ട് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പട്ടികയുണ്ട്, ഷെഡ്യൂൾ 1. അതിലാണ് 46 സർവീസസിൻ്റെ പേര് പറയുന്നത്. ഈ സ്റ്റേറ്റ് സർവീസസിൽ ആരൊക്കെയാണ് വരുന്നത്? നമ്മൾ സാധാരണയായി കേൾക്കുന്ന ക്ലാസ് 1, ക്ലാസ് 2 ജീവനക്കാർ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസേഴ്സ്. സ്റ്റേറ്റ് സർവീസിൽ 46 സർവീസിൻ്റെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഈ 46 സർവീസിൻ്റെ പേര് നമുക്ക് കാണാതെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് സർവീസ് ആണ് എന്ന് മനസ്സിലാക്കുക? സ്റ്റേറ്റ് സർവീസിൻ്റെ പേരിൽ വെറും സർവീസ് എന്ന് മാത്രമേ അവസാനത്തെ വാക്കിലുണ്ടായിരിക്കൂ. ഉദാഹരണം ദ അഗ്രികൾച്ചറൽ സർവീസ്, അത്രയേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി സബോർഡിനേറ്റ് സർവീസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സബോർഡിനേറ്റ് സർവീസസ് ഷെഡ്യൂൾ 2 സെക്ഷൻ 8.
പാർട്ട് 2-ലെ സെക്ഷൻ 8-ലാണ് പറയുന്നത്. 59 സർവീസസിൻ്റെ പേര് ഷെഡ്യൂൾ 2-ലാണ് പരാമർശിക്കുന്നത്. ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാരാണ് ഇതിൽ വരുന്നത്. നോൺ ഗസറ്റഡ് ഓഫീസേഴ്സാണ് ഇവർ. ഈ 59 പേരുകളുടെയും സർവീസിൻ്റെയും പേരുകൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് സബോർഡിനേറ്റ് സർവീസാണെന്ന് മനസ്സിലാക്കുക? ഒരു സർവീസിൻ്റെ പേരിൻ്റെ എൻഡിൽ സബോർഡിനേറ്റ് സർവീസ് എന്ന് കാണും. ഉദാഹരണത്തിന് ദ അഗ്രികൾച്ചറൽ സബോർഡിനേറ്റ് സർവീസസ് എന്ന് ഉണ്ടായിരിക്കും. ഇനി ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സ്റ്റേറ്റ് സർവീസ്, ഏതാണ് സബോർഡിനേറ്റ് സർവീസ് എന്ന്. അപ്പോഴെങ്ങനെയാണ് ഇത്രയും കാണാതെ പഠിക്കാതെ നമുക്ക് മനസ്സിലാക്കുക? നേരത്തെ പറഞ്ഞു, സബോർഡിനേറ്റ് സർവീസിൻ്റെ പേരിൻ്റെ കൂടെ സബോർഡിനേറ്റ് സർവീസ് എന്ന് പേരിൻ്റെ എൻഡിലുണ്ടായിരിക്കും. അപ്പോൾ സബോർഡിനേറ്റ് സർവീസസിൻ്റെ പേരിൻ്റെ അറ്റത്ത് സബോർഡിനേറ്റ് സർവീസ് എന്ന് എടുത്തു പരാമർശിച്ചിട്ടില്ലാത്ത 3 എണ്ണമാണ് ഈ 59 സർവീസസിൻ്റെ ലിസ്റ്റിലുള്ളത്. അത് ഏതൊക്കെയാണ്? അത് മാത്രം പഠിച്ചാൽ മതിയല്ലോ. ദ കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, ദ കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, ദ കേരള പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് സർവീസ്. ഇതിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ചോദിക്കുകയാണെങ്കിൽ ഈ 3 സബോർഡിനേറ്റ് സർവീസിൻ്റെ പേരിൻ്റെ എൻഡിൽ സബോർഡിനേറ്റ് എന്ന് കൊടുത്തിട്ടില്ല, പക്ഷേ ഇത് സബോർഡിനേറ്റ് ആണ് എന്ന് ഓർമ്മിക്കുക. അടുത്തതായിട്ട് പാർട്ട് 3-ലാണ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റീസിനെ പറ്റി പറയുന്നത്. ആരാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സബോർഡിനേറ്റ് സർവീസ് ഓഫീസേഴ്സിനെയും സ്റ്റേറ്റ് സർവീസ് ഓഫീസേഴ്സിനെയും ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നാണ് പാർട്ട് 3-ൽ പറയുന്നത്. പാർട്ട് 4-ൽ സസ്പെൻഷനെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 10-ലാണ് പറയുന്നത്. അന്വേഷണ വിധേയമായി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയെ പറ്റിയാണ് അതിൽ പറയുന്നത്. ഇനി പാർട്ട് 5 ഡിസിപ്ലിൻ. നമുക്ക് സസ്പെൻഷൻ ചെയ്ത ഒരു വ്യക്തിക്ക് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹം ഡിസിപ്ലിനറി ആക്ഷന് വിധേയമായിരിക്കും. പാർട്ട് 6 എന്ന് പറയുന്നത് അപ്പീൽസ് ആണ്. ഇനി ഇദ്ദേഹത്തിന് വിധിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പീലിന് പോകാം. പാർട്ട് 7 എന്ന് പറയുന്നത് റിവ്യൂ. ഓക്കെ, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിൽ പറയും. അത്ര പ്രാധാന്യമില്ലാത്തത് കൊണ്ട് ഇത്ര മാത്രം ഓർമ്മിക്കുക. പാർട്ട് 4 സസ്പെൻഷനാണെന്നും സെക്ഷൻ 10-ലാണ് ഇതിനെപ്പറ്റി പറയുന്നതെന്നും ഓർമ്മിക്കുക. അടുത്തതായി ദ കേരള സർവീസസ് റൂൾ 1959. എന്തുകൊണ്ടാണ് ദ കേരള സർവീസ് റൂൾ 1959 കൊണ്ടുവന്നത് എന്ന് നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകും. കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 ഭൂവിഭാഗങ്ങളായിട്ടാണ് കിടന്നിരുന്നത്. അവിടങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർക്ക് അവരെ നിയന്ത്രിക്കാൻ പ്രത്യേക നിയമങ്ങളായിരുന്നു. ഈ താഴെ കൊടുത്തിരിക്കുന്ന 4-5 എണ്ണം അതിന് ഉദാഹരണങ്ങളാണ്. ദ ട്രാവൻകൂർ സർവീസ് റെഗുലേഷൻസ്, ദ കൊച്ചിൻ സർവീസ് റെഗുലേഷൻസ്, ദ ഫണ്ടമെൻ്റൽ റൂൾസ് മദ്രാസ്, ദ മദ്രാസ് പെൻഷൻ കോഡ് ആൻഡ് ദ മദ്രാസ് മാനുവൽ ഓഫ് സ്പെഷ്യൽ പേ ആൻഡ് അലവൻസസ്. ഇങ്ങനെ പല വിധത്തിലുള്ള റൂൾസ് ആയിരുന്നു. കേരളം രൂപീകൃതമായതിനു ശേഷം ഇതിനെ ഒരുമിപ്പിക്കണം എന്ന ആവശ്യം വന്നു. അങ്ങനെയാണ് ദ കേരള സർവീസസ് റൂൾസ് 1959 ഉണ്ടാകുന്നത്. ഈ റൂളിൽ 3 പാർട്ടാണുള്ളത്. പാർട്ട് 1-ൽ എന്താണ് പറയുന്നത്? റൂൾസ് റിലേറ്റിംഗ് ടു ദ ജനറൽ കണ്ടീഷൻസ് ഓഫ് സർവീസ്, പേ, ഫിക്സേഷൻ, ലീവ്, ജോയിനിങ് ടൈം, ഫോറിൻ സർവീസസ് എക്സെട്ര. വളരെ ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ശമ്പളം, ലീവ്, ജോയിനിങ് ടൈമിനെ പറ്റി, ഇനി വിദേശത്ത് നമ്മൾ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് സേവനം അനുഷ്ഠിക്കേണ്ടതുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പാർട്ട് 1-ലാണ് പറയുന്നത്. പാർട്ട് 2-ലാണെങ്കിലോ റൂൾസ് റിലേറ്റിംഗ് ടു ട്രാവലിംഗ് അലവൻസ്, ടിഎനെ പറ്റിയാണ് പറയുന്നത്. പാർട്ട് 3-ൽ പെൻഷൻ. ദീസ് റൂൾസ് ഷാൾ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് ഫ്രം 1 November 1959. ഈ ദിവസം ഓർമ്മിക്കുക. ദീസ് റൂൾസ് ആർ ആപ്ലിക്കബിൾ ടു ഓൾ ഓഫീസേഴ്സ് ഹു എൻറ്റേർഡ് ദ സർവീസ് ഓഫ് ദ കേരള സ്റ്റേറ്റ് ഓൺ ഓർ ആഫ്റ്റർ 1 November 1956. കേരളം രൂപീകൃതമായ ആ ദിവസമോ അതിനുശേഷമോ സർവീസിൽ പ്രവേശിച്ച എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ നിയമം ബാധകമാണ്. ഇതിൽ പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് പാർട്ട് 1-ൽ എന്ത് പറയുന്നു, പാർട്ട് 2-ൽ എന്ത് പറയുന്നു, 3-ൽ എന്ത് പറയുന്നു, ഏത് ദിവസമാണ് നിലവിൽ വന്നത്, ഏത് ദിവസം മുതൽ ജോയിൻ ചെയ്ത ഉദ്യോഗസ്ഥർക്കാണ് ഈ റൂള് ബാധകം എന്ന് ഓർമ്മിക്കുക. അടുത്തതായിട്ട് KS ആൻഡ് SSR എന്ന് ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസസ് റൂൾസ് 1958. 1956-ൽ കേരളം രൂപീകൃതമായതിനു ശേഷമാണ് ഈ നിയമം നിലവിൽ വന്നത്. ദ കോൺസിക്വൻറ്റ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ഇൻ November 56, ദ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസസ് റൂൾസ് വാസ് ബ്രോട്ട് ഔട്ട് ഇൻ 1958. പാർട്ട് 1 എന്ന് പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളിലും പറയുന്നത് പോലെ ഒരു പ്രിലിമിനറി പാർട്ടാണ്. അതിന് 2 സെക്ഷൻസ് ആണുള്ളത്. സെക്ഷൻ 1 ഷോർട്ട്
ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ്, സെക്ഷൻ 2 ഡെഫിനേഷൻസ്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ പാർട്ട് 1 അസോസിയേറ്റ് ചെയ്ത് ഒരു ഷെഡ്യൂൾ ഉണ്ട്. ഷെഡ്യൂൾ 1 3 ലിസ്റ്റ് പറയുന്നുണ്ട്. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് എത്ര തരത്തിലുള്ള SC കാറ്റഗറീസിനാണ് കേരള സർക്കാരിൽ ജോലി കിട്ടുന്നത്, റിസർവേഷൻ സംബന്ധിച്ച കാര്യങ്ങളാണ്. 53 കാറ്റഗറീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റിനെയാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലിസ്റ്റ് 2 36 ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 3 OBCയുടെ പേരാണ് 78 OBCസിൻ്റെ പേര് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാർട്ട് 2 ആണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ സെക്ഷൻസ് കാണാതെ പഠിക്കേണ്ടതില്ല. നമ്മൾ ഭാവിയിൽ ജോയിൻ ചെയ്യുന്നത് കേരള സർവീസിലാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സിലബസിൻ്റെ ലക്ഷ്യം. അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ മെയിൻസിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിച്ച് ഈ സെക്ഷൻ ഒന്നും കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. ജനറലി പാർട്ട് 1 ഇത് എത്ര SCs STs OBCs ആണ്, പാർട്ട് 2 ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ റൂളാണ് എന്ന് ഓർമ്മിക്കുക. ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻസ് തന്നിരിക്കുന്നത്. ഉദാഹരണം സെക്ഷൻ 3 അപ്രൂവ്ഡ് കാൻഡിഡേറ്റ്സ്, അപ്രൂവലായ കാൻഡിഡേറ്റ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ. സെക്ഷൻ 5 മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഏത് രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കേണ്ടത്. സെക്ഷൻ 8 മെമ്പേഴ്സ് ആബ്സെൻറ്റ് ഫ്രം ഡ്യൂട്ടി, മുൻകൂർ അനുവാദമില്ലാതെ സർവീസിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് മേലെടുക്കേണ്ട നടപടികളെ പറ്റിയാണ് സെക്ഷൻ 8 പറയുന്നത്. സെക്ഷൻ 9 ടെമ്പററി അപ്പോയിൻമെൻറ്റ്, താൽക്കാലിക ജീവനക്കാരെ പറ്റി പറയുന്നു. സെക്ഷൻ 10 ക്വാളിഫിക്കേഷൻ, ഒരു ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നു. സെക്ഷൻ 14 റിസർവേഷനെ പറ്റി പറയുന്നു. റൊട്ടേഷൻ ചാർട്ടിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. സെക്ഷൻ 14 തൊട്ട് തുടർന്നുള്ള കുറേ സെക്ഷൻസിൽ പരാമർശിക്കുന്നുണ്ട്. സെക്ഷൻ 28 പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സെക്ഷൻ 28 തൊട്ട് കുറച്ച് സെക്ഷൻസിൽ അത് പറയുന്നുണ്ട് വിശദമായിട്ട്. സെക്ഷൻ 32 പോസ്റ്റിംഗ് ആൻഡ് ട്രാൻസ്ഫേഴ്സ്. സെക്ഷൻ 33 റെസിഗ്നേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 36 റീ എംപ്ലോയ്മെൻറ്റ് ഓഫ് പെൻഷനേഴ്സ് വീണ്ടും അവരെ ജോലിക്കെടുത്താൽ അവരെ ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് ആയിട്ടല്ല പരിഗണിക്കുന്നത്. ഓൾറെഡി സർക്കാർ സർവീസിലിരുന്ന് പെൻഷനായവരാണ്, അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിനെപ്പറ്റി പറയുന്ന വകുപ്പാണ് സെക്ഷൻ 36. ഇനി സെക്ഷൻ 37 അപ്പോയിൻമെൻറ്റ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ് ടു ദ സ്റ്റേറ്റ് പോസ്റ്റ്. സംസ്ഥാന സർവീസിലേക്ക് ഒരു ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവികൾ അതുപോലെ തന്നെ നിലനിൽക്കും എന്ന് പറയുന്നതാണ് സെക്ഷൻ 37. ഇനി അടുത്ത ആക്റ്റാണ്. ഇത്രയും നേരം നമ്മൾ റൂൾസ് പഠിച്ചു. ഇനി ആക്റ്റാണ് ദ കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968 ടു റെഗുലേറ്റ് ദ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് പേഴ്സൺസ് അപ്പോയിൻറ്റഡ് ടു ദ പബ്ലിക് സർവീസ് ആൻഡ് പോസ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ അഫയേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ്. സെക്ഷൻ 2 പറയുന്നത് റെഗുലേഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. വളരെ ചെറിയ ഒരു ആക്റ്റാണിത്. ഈ ആക്ടിൻ്റെ സെക്ഷൻ 2 കണ്ടീഷൻസ് ഓഫ് സർവീസും റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 309 കീഴിലാണ് ഗവർണറുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ് ഓഫ് സർവീസും റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസും ആക്റ്റും എല്ലാം ഉണ്ടാക്കാനുള്ള അധികാരമുള്ളത്. അത്തരത്തിൽ ലഭിച്ച പവർ ഉപയോഗിച്ച് നമ്മുടെ കേരള സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ ആക്റ്റാണ് ദ കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു പോയിൻ്റാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ഏത് ആക്ടിൻ്റെ കീഴിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. ദ കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. അടിവരയിട്ട് ഓർമ്മിക്കുക. ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വാസ് ഫോംഡ് അണ്ടർ ദിസ് ആക്ട് ആൻഡ് കേരള സിവിൽ സർവീസസ് സ്പെഷ്യൽ റൂൾസ് 1963. ഈ ആക്റ്റും കേരള സിവിൽ സർവീസസ് സ്പെഷ്യൽ റൂൾസ് 1963 ഈ റൂളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് KAS ഫോം ചെയ്തിട്ടുള്ളത്. ഇനി എന്നാണ് KAS നിലവിൽ വന്നത്? 2018 ജനുവരി 1. ഇന്ന് കാണുന്ന രീതിയിലുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ആ ഒരു ചട്ടക്കൂട് രൂപീകരിക്കാൻ ഉള്ള സജഷൻസ് റെക്കമെൻഡ് ചെയ്തത് ഒരു 6 മെമ്പർ കമ്മിറ്റിയാണ്. അതിൻ്റെ തലവൻ ആരാണ് എന്നുള്ളത് ഓർമ്മിക്കുക. അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന EK ഭരത് ഭൂഷൺ. ഇന്ന് കാണുന്ന രീതിയിൽ KAS രൂപീകരിക്കാൻ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റിയുടെ പേര് EK ഭരത് ഭൂഷൺ കമ്മിറ്റി. അടുത്തതായിട്ട് കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടക്ട് റൂൾസ് 1960. ഏതൊരു സർവീസിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് പബ്ലിക്കിലാകട്ടെ പ്രൈവറ്റ് സെക്ടറിലാകട്ടെ നമ്മളിൽ നിന്ന് ഒരു മിനിമം ക്വാളിറ്റി അവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മുടെ വർക്കിൻ്റെ പെർഫോമൻസിലായാലും നമ്മുടെ ബിഹേവിയറിലായാലും.
ആ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്ന, കോണ്ടക്റ്റിനെ നിയന്ത്രിക്കുന്ന റൂൾസാണ് 1960-ലുള്ളത്. അതിലെ കുറച്ച് സെക്ഷൻസ് ഇതും കാണാതെ പഠിക്കണമെന്നില്ല. നമ്മൾ ഭാവിയിൽ എൻ്റർ ചെയ്യാൻ പോകുമ്പോൾ നമ്മളിൽ നിന്ന് എന്താണ് ഒരു ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ ഓർമ്മിക്കുക. കുറച്ച് ഉദാഹരണങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 4-ൽ എന്താണ് പറയുന്നത്? എംപ്ലോയ്മെൻറ്റ് ഓഫ് നിയർ റിലേറ്റീവ്സ് ഓഫ് ഗവൺമെൻറ് സെർവൻസ് ഇൻ പ്രൈവറ്റ് ഫേംസ് എൻജോയിങ് ഗവൺമെൻറ് പാട്രണേജ്. ഗവൺമെൻറ്റിൻ്റെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ഏതെങ്കിലും പ്രൈവറ്റ് ഫേംസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ബന്ധുക്കൾക്ക് ജോലി ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാട്, അത് പാടില്ല. നെപ്പോട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് നെപ്പോട്ടിസം പാടില്ല എന്ന് എടുത്തു പറയുന്നതാണ് സെക്ഷൻ 4. ഇനി സെക്ഷൻ 6 ആണെങ്കിലോ, ഗിഫ്റ്റ്, ഗ്രാറ്റുവിറ്റി ആൻഡ് റിവാർഡ്. പൂക്കൾ പോലുള്ള ഗിഫ്റ്റ് ഒഴികെ മറ്റു ഒന്നും തന്നെ ഒരു പബ്ലിക് സർവൻ്റ് സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്നെടുത്ത് പറയുന്നതാണ് സെക്ഷൻ 6. ഇതെല്ലാം ഓർമ്മിക്കുക. ഭാവിയിൽ നമ്മളൊരു പബ്ലിക് സർവൻ്റ് ആകുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി സെക്ഷൻ 16 എന്താണ്? ലെൻഡിങ് ആൻഡ് ബോറോയിങ്. കടം കൊടുക്കാനോ കടം വാങ്ങാനോ ഒന്നും വലിയ എമൗണ്ട് ഒന്നും പാടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതിയൊന്നും ഇല്ലാതെ പാടില്ല. സെക്ഷൻ 21A ആണെങ്കിലോ, എ ഗവൺമെൻറ് സർവൻറ്റ് എൻഗേജ്ഡ് ഇൻ ടീച്ചിങ് ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ഹാവിങ് പെക്യൂനറി റിലേഷൻസ്. ഇത് നിങ്ങൾ പലപ്പോഴായിട്ടും പലയിടങ്ങളിൽ കണ്ടിട്ടുള്ളതായിരിക്കും. അതായത് ഗവൺമെൻറ് അധ്യാപകർ അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ട്യൂഷൻസ് എടുക്കുന്നതോ അല്ലെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിപ്പിക്കുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട് മോണിറ്ററി ബെനിഫിറ്റ് ലഭിച്ച് വിജിലൻസിൻ്റെ വാർത്ത നിങ്ങൾ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് PSC ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന റെയ്ഡുകളെല്ലാം ഇടയ്ക്ക് പത്രങ്ങളിൽ വന്നതാണ്. ഇതൊന്ന് മനസ്സിൽ ഓർമ്മിക്കുക. സെക്ഷൻ 21A ആണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പെക്യൂനറി ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ടീച്ചിങ് നടത്തുന്നത് തടഞ്ഞിരിക്കുന്നു. ഇനി സെക്ഷൻ 67, ടേക്കിംഗ് പാർട്ട് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഇലക്ഷൻസ്. അതിൽ പാടില്ല, വിലക്കിയിട്ടുണ്ട്. സെക്ഷൻ 67A ആണെങ്കിലോ, ടേക്കിംഗ് പാർട്ട് ഇൻ കമ്മ്യൂണൽ ഓർ റിലീജിയസ് ആക്ടിവിറ്റി, അതും ബാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്ഷൻ 86 ആണ്. ഗവൺമെൻറ് സെർവൻസ് നോട്ട് ടു പാർട്ടേക്ക് ഇൻ എനി സ്ട്രൈക്ക്. സ്ട്രൈക്കിൽ ചേരാൻ, നമ്മൾ സ്ട്രൈക്ക് നടത്താൻ പാടില്ല എന്നെടുത്ത് പറയുന്നതാണ് സെക്ഷൻ 86. 89 ആണെങ്കിലോ, ഗവൺമെൻറ് സെർവൻസ് നോട്ട് ടു ബി എംപ്ലോയിഡ് ഇൻ പ്രൈവറ്റ് ബിസിനസ്, അതും ബാൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 93 ഓർമ്മിച്ച് വെക്കുക, കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് ഈസ് പ്രൊഹിബിറ്റഡ്. അതും ഡ്യൂട്ടി സമയത്ത് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ പബ്ലിക് സ്ഥലത്ത് വെച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ട്. ഇനി സെക്ഷൻ 93C, നോ ഗവൺമെൻറ് സർവൻറ്റ് ഷാൾ ടേക്ക് ഓർ ഗീവ് ഡൗറി ഫോർ ഹിസ് മാരേജ് ഓർ ഫോർ ദ മാരേജ് ഓഫ് എനി മെമ്പർ ഓർ ഡിപ്പെൻഡൻറ്റ് ഓഫ് ഹിസ് ഫാമിലി. അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള മറ്റംഗങ്ങളുടെയോ വിവാഹത്തിന് ഡൗറി സ്വീകരിക്കാനോ കൊടുക്കാനോ ആയിട്ട് ബന്ധപ്പെട്ട് അത് പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ്. ഇതൊന്ന് ഓർമ്മിക്കുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ട ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ടും ചിലപ്പോൾ ഇനി എക്സാംസിന് ചോദിക്കാം. ഓക്കെ. സെക്ഷൻ 93C. സെക്ഷൻ 93D ആണെങ്കിലോ, നോ ഗവൺമെൻറ് സർവൻറ്റ് ഷാൾ സ്മോക്ക് ബീഡി ഓർ സിഗരറ്റ് ഓർ എനി സച്ച് ഐറ്റംസ് ഇൻ ഗവൺമെൻറ് ഓഫീസസ് ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെക്ഷൻ 93E എന്താണ്? നോ ഗവൺമെൻറ് സർവൻറ്റ് ഷാൾ എംപ്ലോയ് എനി ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 14 years as ഡൊമസ്റ്റിക് ഹെൽപ്പ്. വീടുകളിൽ ജോലിക്ക് നിർത്താൻ പാടില്ല 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ. നെക്സ്റ്റ് സെക്ഷൻ 93F, നോ ഗവൺമെൻറ് സർവൻറ്റ് ഷാൾ ഇൻഡൾജ് ഇൻ എനി ആക്ട് ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് എനി വിമൺ അറ്റ് ഹർ വർക്ക് പ്ലേസ്. പോഷ് ആക്ട് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, ഇൻഡൾജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 93F. ഈ കാര്യങ്ങളൊന്ന് ഓർമ്മിക്കുക. 93B തൊട്ട് 93F വരെ ചോദിച്ചാലും ഈ ഭാഗത്ത് നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ സാധ്യത. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്, ഇ ഗവേണൻസ്. ഈ ഗവേണൻസിൽ നമ്മൾ റെഫറൻസിനായിട്ട് എടുത്തിരിക്കുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന പുസ്തകവും SCERTയുടെ കേരള ഗവൺമെൻറ് എല്ലാ വർഷവും ബഡ്ജറ്റിനോടൊപ്പം സമർപ്പിക്കുന്ന ഇക്കണോമിക് റിവ്യൂവിൽ IT സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നമ്മുടെ IT സെക്ടറിൻ്റെ വളർച്ച, ഹിസ്റ്ററി എല്ലാം പരാമർശിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT എയ്ഡഡ് ഗവേണൻസ് ഈസ് ജനറലി നോൺ ആസ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് എന്താണ്? ഗവേണൻസിൽ ICT ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇ ഗവേണൻസ് എന്ന് പറയാം. ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് ഇൻ ഇ ഗവേണൻസ്. ഈ ഗവേണൻസിൽ എത്ര തരത്തിലുള്ള വ്യവഹാരങ്ങൾ, ഇൻ്ററാക്ഷൻസ് ഉണ്ട്? നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്.
G2G, government to government. It is the electronic sharing of data and or information among government agencies, departments and organizations. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് G2G ടൈപ്പ് ഓഫ് ഗവേണൻസ് ആണ്. ഉദാഹരണം കോർട്ട്. അടുത്തതായിട്ട് ഗവൺമെൻറ് ടു സിറ്റിസൺ. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ സിറ്റിസണിലേക്ക് എത്താനും സിറ്റിസൺസിനുള്ള പരാതികൾ, ഗ്രീവൻസസ് എന്നിവ ഗവൺമെൻറ്റിനെ അറിയിക്കാനും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ ഉള്ള വ്യവഹാരമാണ് G2C. It creates an interface between the government and citizens. Here the citizens enjoy a large range of public services. ഗവൺമെൻറ്റിൻ്റെ സർവീസസ് ഒരൊറ്റ ക്ലിക്കിൽ ലഭ്യമാകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? വിസ. ഇനി കേരളത്തിൻ്റെ സ്വന്തം ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റൻറ്റ്, എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഫോർ ദ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് സർവീസസ്. ഫ്രണ്ട്സ് നെറ്റ്വർക്ക് എന്ന് പറയും. ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം എന്ന് പറയും. ഇതിൻ്റെ ഫുൾ ഫോം പ്രധാനമാണ്, ഓർമ്മിക്കുക. ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റൻറ്റ്, എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഫോർ ദ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ദ സർവീസസ്. പിന്നെ അക്ഷയ കേന്ദ്രങ്ങൾ. അടുത്തതായിട്ട് ഗവൺമെൻറ് ടു ബിസിനസ്, G2B എന്ന് പറയും. ഹിയർ ഗവേണൻസ് ടൂൾസ് ആർ യൂസ്ഡ് ടു എയ്ഡ് ദ ബിസിനസ് കമ്മ്യൂണിറ്റി ടു ഇൻട്രാക്ട് വിത്ത് ദ ഗവൺമെൻറ്. ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, പണ്ടൊരു സംരംഭം തുടങ്ങണമെങ്കിൽ എത്രയോ കാലം പേപ്പർ വർക്കുമായിട്ട് കാത്തു കെട്ടി നിന്നാലേ തുടങ്ങാൻ പറ്റുള്ളൂ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ കുറവായിരുന്നു. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിരുന്നില്ല. ഇപ്പോഴാണെങ്കിലോ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങാം, അതും മണിക്കൂറുകൾക്കുള്ളിൽ. അതിനുള്ള ഒരു പോർട്ടലാണ്, ഒരു സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ആണ് K-SWIFT, കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ്. ഇതിൻ്റെയും ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ കുറച്ച് സർവീസസിൻ്റെ പേര് തന്നിട്ട് G2B ആണോ G2C ആണോ എന്ന് ചോദിക്കാം. K-SWIFT ഒരു G2B ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഇനി ഗവൺമെൻറ് ടു എംപ്ലോയീസ് അല്ലെങ്കിൽ G2E. Government, being the biggest employer, has to interact with its employees on a regular basis. This interaction is a two-way process between government and employees. എംപ്ലോയീസിനുള്ള പരാതികൾ, അടുത്ത ഗവൺമെൻറ്റിന് എംപ്ലോയീസിനോട് സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് നടക്കുന്നത് G2E വ്യവഹാരത്തിലൂടെയാണ്. അതിന് ഉദാഹരണമാണ് സ്പാർക്ക്. സ്പാർക്കിൻ്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. അടുത്തതായിട്ട് ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ. ഗവേണൻസ് നടക്കണമെങ്കിൽ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണം. ഇൻ ഇന്ത്യ ദ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻലി കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ SDC എന്ന് പറയും. എന്തിനാണത്? കോർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സ്റ്റോറേജ് ആണ്. വിവരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കോർ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട്. കണ്ടോ, ഒരു ഇമേജിൽ ഒരു CPU പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് SDCനെ കാണിച്ചിരിക്കുന്നത്. അടുത്ത സ്വാൻ, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ കണക്ടിവിറ്റി. ഇനി നമുക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ പലയിടത്തോട്ട് എത്തിക്കണ്ടേ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള ഡേറ്റ കളക്ട് ചെയ്യേണ്ടേ, അതിന് നമുക്കൊരു നെറ്റ്വർക്ക് ആവശ്യമാണ്. അതിനാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് സ്വാൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കോമൺ സർവീസ് സെൻറ്റേഴ്സ്. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തണ്ടേ, അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള പരാതികളും പ്രശ്നങ്ങളും ഗവൺമെൻറ് അറിയണ്ടേ, അതിനാണ് കോമൺ സർവീസ് സെൻറ്റേഴ്സ് ഉള്ളത്. അതാണ് സർവീസ് ഡെലിവറി പോയിൻ്റ്. ലാസ്റ്റ് മൈൽ സേവനങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ട ഒരു ഔട്ട്ലെറ്റാണ്, ഒരു ഡെലിവറി പോയിൻ്റാണ് CSE എന്ന് പറയുന്നത്. ഈ ഇമേജ് ഓർമ്മിക്കുക, ഇമേജിലുള്ള 3 ഒരു പില്ലേഴ്സിൻ്റെ പേര് ഓർമ്മിക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ. അണ്ടർ നാഷണൽ ഗവേണൻസ് പ്രോഗ്രാം, ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു ക്രിയേറ്റ് SDC ടു കമ്പൈൻ സർവീസസ്, ആപ്ലിക്കേഷൻസ് and infrastructure and to provide efficient electronic delivery of G2G, G2C and G2B services. സേവനങ്ങളെല്ലാം തന്നെ ഒരൊറ്റ കുടക്കീഴിൽ നൽകാൻ വേണ്ടി എഫിഷ്യൻ്റായിട്ട് ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ നൽകാൻ വേണ്ടിയുള്ള ഒരു പില്ലറാണ് SDC എന്ന് പറയുന്നത്. These services can be rendered by each state government through a common delivery platform. State Data Center provides several functionalities. These include keeping central data repository of the state, securing data storage, online delivery of services, citizen information services portal, state intranet portal, disaster recovery, etc. SDC also provide better operation and management, control and minimize the overall cost of data management, resource management, deployment, etc. അപ്പോൾ ഈ ഭാഷയിൽ നമുക്ക് മനസ്സിലായത്, അതായത് SDC എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ
ഒരു ഡേറ്റ റെപ്പോസിറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. ബെറ്ററായിട്ട് സിറ്റിസണിലേക്ക് ഒരു സർവീസിനെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് SDC ആണ്. നെക്സ്റ്റ് KSWAN, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. Kerala State Wide Area Network KSWAN has been set up as a backbone of the State Information Infrastructure SII. It connects Thiruvananthapuram, Kochi and Kozhikode as its hubs and extends to all the 14 districts linking each of the 152 blocks and panchayat. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ നഗരങ്ങളെ ഹബ്ബായിട്ട് വെച്ചുകൊണ്ട് 14 ജില്ലകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതാണ് KSWAN എന്ന് പറയുന്നത്. The network also connects a large number of various offices of government departments. The infrastructure supports the integration of large number of G2G, G2C services with application received from state data center. അപ്പോൾ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് KSWAN എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, ഫുൾ ഫോം ഓർമ്മിക്കുക. ഇനി കോമൺ സർവീസ് സെൻറ്റർ CSC എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പല പല സ്ഥലങ്ങളിലായി കാണാറുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ പോലെ ഈ സേവനങ്ങൾ നൽകാൻ വേണ്ടിയുള്ള ഒരു ഓഫീസാണ് CSC എന്ന് പറയുന്നത്. കോമൺ സർവീസ് സെൻറ്റർ CSC ആർ ദ ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്. പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ സെക്ടർ സർവീസസ് ഫോർ ദ റൂറൽ സർവീസ് ഓഫ് ഇന്ത്യ ഇതുവഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയാലും സോഷ്യൽ സർവീസ് സെക്ടറിലുള്ള സർവീസസ് ആയാലും റൂറൽ സിറ്റിസണിന് എത്തിക്കുക. പലയിടങ്ങളിലും ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ടെലിഫോൺ സൗകര്യങ്ങളോ മൊബൈൽ ഫോൺ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ജനതയ്ക്ക് ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോമൺ സർവീസ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചിട്ടുള്ളത്. A highlight of common service centers is that it offers web-enabled e-governance services in rural areas. It helps in utility payments such as electricity, telephone and water bills, submission of online applications, and generating and distributing the services to the needy. ആവശ്യക്കാർക്ക് ഫീസ് അടയ്ക്കുക, വാട്ടർ ബില്ല് അടയ്ക്കുക, കറണ്ട് ബില്ല് അടയ്ക്കുക തുടങ്ങിയ എല്ലാ സേവനങ്ങളും, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നോ തഹസീൽദാറുടെ കയ്യിൽ നിന്നോ കിട്ടേണ്ട സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇവിടെ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇൻ കേരള അക്ഷയ സെൻറ്റേഴ്സ് ആർ വർക്കിംഗ് ആസ് കോമൺ സർവീസ് സെൻറ്റേഴ്സ്. കേരളത്തിൽ അക്ഷയ കേന്ദ്രങ്ങളാണ് കോമൺ സർവീസ് സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലാതെയും കോമൺ സർവീസ് സെൻറ്റേഴ്സ് കേരളത്തിലുണ്ട്. SCRT ടെക്സ്റ്റിലും കേരള എക്കണോമിക് റിവ്യൂവിലും എടുത്തു പറയുന്നതാണ് അക്ഷയ സെൻറ്റേഴ്സിനെ പറ്റി. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രിലിംസിനോ മെയിൻസിനോ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത് നിന്ന്. അക്ഷയ സെൻറ്റേഴ്സ് വെർ ഇനിഷ്യലി ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 2002 ഇൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഇൻ കേരള. മലപ്പുറം ജില്ലയിലാണ് അക്ഷയ സെൻറ്റേഴ്സ് വരുന്നത് 2002. ഇറ്റ്സ് ഇൻറ്റൻഷൻ വാസ് ടു ഇമ്പാർട്ട് ലിറ്ററസി ടു ദ സിറ്റിസൺ. ജനങ്ങൾക്ക് ഈ സാക്ഷരത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആദ്യം അക്ഷയ സെൻറ്റേഴ്സ് കൊണ്ടുവന്നത്. അതിൻ്റെ ആഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അമ്മൂമ്മമാരൊക്കെ ഇരുന്ന് കമ്പ്യൂട്ടർ പഠിക്കുന്നത് അല്ലേ. അക്ഷയ വാസ് കൺസീവ്ഡ് ആസ് എ ലാൻഡ്മാർക്ക് ICT പ്രോജക്റ്റ് by the Kerala State Information Technology Mission to bridge the digital divide and to bring the benefits of ICT to the entire population of the state. ഒരു ഡിജിറ്റൽ അന്തരം, ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗവൺമെൻറ്റിൻ്റെ ICT സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമാണ് അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. The services include e-grants, e-filing, e-district, e-ticketing, submitting online application or ration card ആൻഡ് ഇലക്ട്രൽ ID, ആധാർ എൻറോൾമെൻറ്റ്, ആധാർ ബേസ്ഡ് സർവീസസ്, ഇൻഷുറൻസ്, ബാങ്കിങ് സർവീസസ് തുടങ്ങിയ എണ്ണമറ്റ സേവനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. അക്ഷയ കേന്ദ്രം 2002 വന്നു എന്ന് പറഞ്ഞു. 2002 നവംബർ 18 ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി അക്ഷയ കേന്ദ്രം ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് മോഡലാണ്, ഒരു PPP മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. അക്ഷയ കേന്ദ്രം ഒരു പ്രൈവറ്റ് ഓൺടർപ്രണർ ആണ് അത് ഓൺ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ പരിമിതിക്കുള്ളിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ആയിരിക്കും പ്രിഫറബിളി സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എന്താണ്? വളരെ നോമിനൽ ആയിട്ടുള്ള ഈ സർവീസ് സേവനങ്ങൾക്ക് ഈടാക്കുന്ന വളരെ ചെറിയൊരു തുകയായിരിക്കും. അതല്ലെങ്കിൽ ഗവൺമെൻറ് ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്ന ചെറിയൊരു ഒരു റെമ്യൂണറേഷൻ ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു തുക എന്ന് പറയുന്നത്. കൂടുതലും ഒരു സേവന ഒരു മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നതാണ് അക്ഷയ സെൻറ്റേഴ്സ്. അത് ഓർമ്മിക്കുക. ലാഭമല്ല അവിടെ ഉദ്ദേശം. അടുത്ത കേരള IT ഏജൻസീസ്. നമ്മുടെ കേരളത്തിൻ്റെ ഈ ICT ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഗവേണൻസ് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, ആരാണ് എത്തിക്കുന്നത്, അതിനുള്ള എത്ര തരത്തിലുള്ള ഏജൻസീസ് ഉണ്ട്? ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അതിൻ്റെ പേരുകൾ നമുക്ക് പഠിക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം നമുക്ക്.
ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അക്ഷയ സെൻറ്റേഴ്സ് പോലുള്ള കാര്യങ്ങളെ നോക്കി നടത്തുന്നതെല്ലാം അതെല്ലാം ഒരു മിഷൻ മോഡായിട്ട് കൊണ്ടുപോകുന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷനാണ്. അടുത്തതായിട്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി, നമ്മൾ വളരെ റീസെൻ്റായിട്ട് സ്ഥാപിച്ച ഒരു പുതിയ യൂണിവേഴ്സിറ്റിയാണിത്. അടുത്തതായിട്ട് നമുക്ക് പണ്ടേ തന്നെയുള്ള ടെക്നോ പാർക്ക്, പിന്നെ ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക്. ദെൻ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, KSITIL എന്ന് പറയും. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ICFOOSS. ദെൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി, CDITCH എന്ന് പറയും. ഇത്ര എണ്ണത്തിനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ, KSTIM. ഇതാണ് ഒരു നോഡൽ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. എന്തിൻ്റെ? ഗവേണൻസ്, ICT ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു നോഡൽ ഏജൻസി, ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇതാണ്. കേരള സ്റ്റേറ്റ് IT മിഷൻ ഈസ് എൻ ഓട്ടോണമസ് നോഡൽ IT ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഗവൺമെൻറ് ഓഫ് കേരള. It provides managerial and technical support to various initiatives of the department. KSITM provides diverse roles including enactment of ICT related policies, development of guidelines and standards for e-governance, ICT facilitation for the government entities, provides end-to-end support. ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ICT ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അത് റിലേറ്റ് ചെയ്ത ഗൈഡ് ലൈൻസ്, പോളിസീസ്, പ്രോഗ്രാംസ് എല്ലാം ഫോം ചെയ്യുന്നത് KSTIM ആണ്. അടുത്തതായിട്ട് ഡിസ്ട്രിക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സ്റ്റേറ്റിൻ്റെ ഒരു മിഷൻ മോഡലിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്. നാഷണൽ ഗവേണൻസ് പ്രോജക്റ്റിൻ്റെ കീഴിൽ നമ്മുടെ സ്റ്റേറ്റ് നടത്തുന്നതാണ് ഡിസ്ട്രിക്റ്റ്. It targets delivery of high volume of services at district level and back-end computerization to enable the service delivery of online availability of these services through അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മൾ ഒരുപാട് എണ്ണമറ്റ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസ്ട്രിക്റ്റ് പ്രോജക്റ്റ് അതാണ്, ഓർമ്മിക്കുക. The facility enables citizen to apply for services with the help of അക്ഷയ centers or through public portal and obtain digitally signed certificates. പണ്ട് കാലത്ത് നമ്മൾ ഓരോ സർട്ടിഫിക്കറ്റിനായി വില്ലേജ് ഓഫീസിലും തഹസിൽദാരുടെ ഓഫീസിലും മറ്റ് ഓഫീസുകളിലുമെല്ലാം ക്യൂ നിന്ന് വാങ്ങിക്കുന്നതെല്ലാം ഇപ്പോൾ ഉടനടി നമുക്ക് ഇത്ര സമയപരിധിക്കുള്ളിൽ ഡിജിറ്റലി സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് അവൈലബിൾ ആക്കും. ഇനി ഡിസ്ട്രിക്റ്റും ഓഫീസും തമ്മിൽ തിരിച്ച് ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റ്സ് തിരിച്ച് തരാം, അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിക്കുക. ഓഫീസ് എയിംസ് ടു കണ്ടക്ട് ഓഫീസ് പ്രൊസീജിയേഴ്സ് ഇലക്ട്രോണിക്കലി thereby transforming ഗവൺമെൻറ് ഓഫീസസ് ടു എ പേപ്പർലെസ് ഓഫീസ്. ഗവൺമെൻറ്റിനെ പേപ്പർ രഹിത ഓഫീസാക്കുക, ഗവൺമെൻറ് ഓഫീസസിനെ, അതാണ് പ്രധാന ലക്ഷ്യം. ആൻഡ് ബ്രിങ്ങിങ് ഔട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഫയൽ പല സ്ഥലങ്ങളിലായി കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ, അതായത് ടൈം സ്റ്റാമ്പ്ഡാണ്, ഇത്ര സമയത്തിൽ ഈ ദിവസത്തിലാണ് താഴത്തെ ലെവലിലുള്ള ഓഫീസിൽ നിന്ന് മുകളിലോട്ടുള്ള ഓഫീസിലേക്ക് അയച്ചതെന്നുള്ള തെളിവ് സഹിതമാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. office has been implemented in all departments of secretariat, 119 directorates, ഓഫീസസിൻ്റെ പേര് പറയുന്നുണ്ട്. The government has decided to roll out office up to grassroots level in taluks and village office in the coming years. അപ്പോൾ കൂടുതൽ അത് താഴെത്തട്ടിലുള്ള ഓഫീസസിലേക്ക് കൂടെ എത്തിക്കാനായി ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. പബ്ലിക് വൈഫൈ, അടുത്ത പ്രോജക്റ്റ് പബ്ലിക് വൈഫൈ ആണ്. 2023 തുടക്കത്തിലാണത് കൊണ്ടുവരുന്നത്. സ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലായി ഫ്രീ ഇൻ്റർനെറ്റ് കിട്ടുന്ന ഹോട്ട്സ്പോട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പബ്ലിക് വൈഫൈ പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് 2023, ആ സമയത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തിനാണ്? വൈഫൈ ഹോട്ട്സ്പോട്ട് അക്രോസ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഫ്രീ ഇൻ്റർനെറ്റ് സർവീസസ് ടു ദ സിറ്റിസൺസ്. ദ ഹോട്ട്സ്പോട്ട് ലൊക്കേഷൻസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് by the district administration, which includes bus stands, tourist places, parks, public places, Janaseva Kendras and government offices. ഇന്ന സ്ഥലങ്ങളിലെല്ലാം വൈഫൈ ഹോട്ട്സ്പോട്ട് സ്ഥാപിക്കുക. ഇത്രയേ ഉള്ളൂ ലക്ഷ്യം. നെക്സ്റ്റ് ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ്. എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, യൂണിവേഴ്സിറ്റി, ബോർഡ്സ്, ഓർഗനൈസേഷൻ ഇവർക്കെല്ലാം ടെൻഡേഴ്സ്, അതായത് 5 ലക്ഷത്തിന് മുകളിലുള്ള ടെൻഡേഴ്സ് വിളിക്കണമെങ്കിൽ GPയിലൂടെ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റിലൂടെ വിളിക്കാം, പോർട്ടലിലൂടെ. കാരണം ആ ഒരു ടെൻഡറിൻ്റെ ക്യാഷിൻ്റെ വലിപ്പം കൂടുന്തോറും, ആ ഒരു പ്രോജക്റ്റിൻ്റെ ഔട്ട്ലേ കൂടുന്തോറും അഴിമതി സാധ്യതകളുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് പണവിഹിതം ലീക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ടെൻഡർ വിളിക്കുന്നതെല്ലാം ട്രാൻസ്പാരൻ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. 5 ലക്ഷത്തിന് മുകളിലുള്ള തുക വരുന്ന പദ്ധതികളാണ് എന്നുള്ളത് ഓർമ്മിക്കുക. നെക്സ്റ്റ് ഫ്രണ്ട്സ് ജനസേവ കേന്ദ്രാസ്. Friends Janaseva Kendras have been established in all the 14 district headquarters.
എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലുമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. It is a single window, no queue integrated remittance center where the citizens have the opportunity to pay all taxes and other dues to the government under one roof at no extra cost. പ്രത്യേകിച്ച് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് എല്ലാ ഫീസും അക്ഷയ സെൻറ്റേഴ്സുമായിട്ടൊക്കെ സിമിലർ ആയിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ജനസേവ കേന്ദ്രങ്ങൾ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്രീസ്. അപ്പോൾ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏത് ഈ ഗവേണൻസ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫ്രീസ് എന്താണെന്ന് നോക്കാം. ഫ്രണ്ട്സ് റീ എഞ്ചിനീയർഡ് എൻ്റർപ്രൈസ് എനേബിൾഡ് സിസ്റ്റം വാസ് ഡെവലപ്ഡ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഫ്രണ്ട്സ് ജനസേവാ കേന്ദ്രം. അപ്പോൾ ഒരു റീവാമ്പ് ചെയ്ത ഒരു എൻഹാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു പുതിയ സോഫ്റ്റ്വെയർ, അതാണ് ഫ്രീസ്. അത് ഓർമ്മിക്കുക. ഏത് ഈ ഗവേണൻസ് പ്രോജക്റ്റുമായിട്ടാണെന്ന് ചിലപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാം. അടുത്ത ഇ സേവനം, എം സേവനം. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള ഇ സർവീസ് പോർട്ടൽ ഇ സേവനം launched as a good governance initiative has used technology to aggregate almost all online services, G2C ആകട്ടെ G2B ആകട്ടെ, ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് ഒരു ഒറ്റ കുടക്കീഴിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സേവനത്തിൻ്റെ ലക്ഷ്യം. In addition to the consolidation of around 711 services of more than 70 departments in a single platform, all mobiles friendly services, about 546 services, അത് യൂണിഫോം മൊബൈൽ ആപ്ലിക്കേഷനായിട്ടുള്ള എം സേവനത്തിലൂടെയും, രണ്ടും കാര്യം ഒന്നാണ്, ഒന്ന് മൊബൈൽ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാകുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് എം സേവനമാണെന്ന് ഓർമ്മിക്കുക. അടുത്തതായിട്ട് കേരള സ്റ്റേറ്റ് സ്പേഷ്യൽ ഡേറ്റ ഇൻഫ്രാസ്ട്രക്ചർ. ഭൂവിവരത്തിനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കാനും സ്റ്റോർ ചെയ്യാനുമുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് കേരള സ്റ്റേറ്റ് സ്പേഷ്യൽ ഡേറ്റ ഇൻഫ്രാസ്ട്രക്ചർ. Mapathon Kerala is aimed to create detailed living map of Kerala through a participatory process. നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട് ബേർഡ് സെൻസസ്, വൈൽഡ് അനിമൽസിൻ്റെ സെൻസസ്, ഇതെല്ലാം പബ്ലിക് പാർട്ടിസിപ്പേഷനോടുകൂടെ നടക്കാറുള്ള വാർത്ത. അതുപോലെ തന്നെയാണിതും. കേരളത്തിൻ്റെ ഭൂവിവരങ്ങൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ ശേഖരിക്കുക, അത് സ്റ്റോർ ചെയ്യുക, ജനങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ റിസർച്ച് പോലുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു അനുയോജ്യമായിട്ട് ഈ വിവരങ്ങളെ ശേഖരിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. With the help of various voluntary and community organizations, mapping groups will be created across Kerala. The new Geo portal based on free and open source software FOSS platform is developed by jointly with International Center for Free and Open Source Software. ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു ജിയോ പോർട്ടൽ ബേസ്ഡ് ആയിട്ടാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നത്. അടുത്തതായി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇങ്ങോട്ട് ഈ ഒരു പേരിലേക്ക് മാറിയത്, അല്ലെങ്കിൽ ഏത് വർഷമാണ് നിലവിൽ വന്നത്, ആക്ട് ഏത് വർഷമാണ് എന്നൊക്കെ അതായിരിക്കും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യത. In 2020, Government of Kerala upgraded IITM Kerala as Kerala University of Digital Sciences, Innovation and Technology. IITM കേരളയാണ് നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയായിട്ട് അപ്ഗ്രേഡ് ചെയ്തത്. ഇതിനു വേണ്ടി നമ്മളൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് 2021. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരാം, അത് ഓർമ്മിക്കുക. എപ്പോഴാണ് യൂണിവേഴ്സിറ്റി ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്? 2021 ഫെബ്രുവരി 20 ഇപ്പോൾ കറൻ്റ് ഒരു ടെക്നോസിറ്റി ക്യാമ്പസിലാണ് വർക്ക് ചെയ്യുന്നത്, അത് ഓർമ്മിക്കുക. The university is envisaged to become a unique center of excellence of global repute by conducting education, research, extension activities in areas of global technologies, science and humanities. ഈ മേഖലയിലായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ രംഗത്തിൽ നമ്മൾ പഠനം നടത്തുക, റിസർച്ച് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസും ന്യൂ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരുപിടി കോഴ്സുകൾ അവർ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ, സൈബർ സെക്യൂരിറ്റി മുതലായ കുറച്ച് കോഴ്സുകളുടെ പേരുകൾ താഴെ പറയുന്നുണ്ട്. ഇതൊന്നും എടുത്ത് ചോദിക്കാൻ സാധ്യതയില്ലെങ്കിലും തുടങ്ങിയ വർഷവും ആക്ടിൻ്റെ വർഷമെല്ലാം ഓർമ്മിക്കുക. നെക്സ്റ്റ് ടെക്നോ പാർക്ക്. Techno Park was set up as an autonomous organization fully owned by Government of Kerala to create global standard infrastructure and to provide total support required for development of high technology industries. ഉയർന്ന ടെക്നോളജി ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രീസിന് ഒരു ഇൻഫ്രാസ്ട്രക്ചർ നൽകുക എന്നുള്ളതാണ് ടെക്നോ പാർക്കിൻ്റെ ലക്ഷ്യം. 1995 നവംബർ 18 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെടുന്നത്. അത് തിരുവനന്തപുരത്താണ്. അടുത്തതായി ടെക്നോ സിറ്റിയാണ്.
ടെക്നോസിറ്റി പ്രോജക്റ്റ് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ബൈ ടെക്നോ പാർക്ക് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 2009. 2009 ടെക്നോ പാർക്കിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായിട്ടാണ് ടെക്നോ സിറ്റി സ്ഥാപിതമാകുന്നത്. ഈ ടെക്നോ സിറ്റിക്ക് തന്നെ 2 പദ്ധതികളുണ്ട്, 2 ലക്ഷ്യങ്ങളുണ്ട്. IT ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, മറ്റൊന്ന് നോളജ് സിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമല്ല 6 സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടെക്നോ സിറ്റി. എന്തൊക്കെയാണ്? സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ, ഫിൻടെക് ആൻഡ് ബ്ലോക്ക് ചെയിൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, വിർച്വൽ ഓർ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, മൊബിലിറ്റി, സ്പേസ് സയൻസ്. ഈ മേഖലകളിലുള്ള സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആണ് ടെക്നോ സിറ്റി പ്രോജക്റ്റിൻ്റെ കീഴിൽ സ്ഥാപിതമാകാൻ പോകുന്നത്. 2009 നിലവിൽ വന്നത്. ടെക്നോ പാർക്കിൻ്റെ കീഴിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ് ഇത്. നെക്സ്റ്റ് ഇൻഫോ പാർക്ക്. ടെക്നോ പാർക്കിൻ്റെ സെയിം ഒബ്ജക്റ്റീവോടെ ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലിലാണ് ഇൻഫോ പാർക്ക് ക്രിയേറ്റ് ചെയ്തത്. ഹബ് എന്ന് പറയുന്നത് കൊച്ചിയിലും 2 സ്പോക്സ് ചേർത്തലയിലും തൃശ്ശൂരിലും പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷ്യമെന്ന് പറയുന്നത് IT ആൻഡ് IT എനേബിൾഡ് കമ്പനീസിന് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡറായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. അവർക്ക് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള പവർ, വാട്ടർ കണക്ടിവിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നതും മറ്റൊരു ലക്ഷ്യമായിട്ട് പ്രവർത്തിക്കുന്നു. 2004 ഇൻഫോ പാർക്ക് സ്ഥാപിതമായത്. അടുത്തതായിട്ട് സൈബർ പാർക്ക്. അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് ടെക്നോ പാർക്ക് ഉണ്ട്, കൊച്ചിയിൽ സൈബർ പാർക്കുണ്ട്. മലബാർ റീജിയനിൽ ഒരു IT എനേബിൾഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി സ്ഥാപിതം ആയതാണ് സൈബർ പാർക്ക്. സൈബർ പാർക്ക് കോഴിക്കോടാണ് ആസ്ഥാനം. എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ലൈൻസ് ഓഫ് ടെക്നോ പാർക്ക് ഇൻ ട്രിവാൻഡ്രം ആൻഡ് ഇൻഫോ പാർക്ക് ഇൻ കൊച്ചി ബേസ്ഡ് ഓൺ എ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ. എന്തിനാണ് കൊണ്ടുവന്നത്? ഇറ്റ് വാസ് സെറ്റപ്പ് ടു ബ്രിഡ്ജ് IT ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ് അലോങ് ദ വെസ്റ്റ് കോസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം കൊച്ചി ടു കാസർഗോഡ്. കൊച്ചി മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഒരു മലബാർ കോസ്റ്റ് ലൈൻ, ആ ഒരു ഭാഗത്ത് ഡിജിറ്റൽ ഡിവൈഡ് അല്ല, IT എനേബിൾഡ് സർവീസസ് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡിവൈഡ് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവന്നത്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി നോക്കാം. ടു ആക്ട് ആസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ഇൻഡസ്ട്രി, ഇൻറ്ററാക്ട് വിത്ത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, IT ആൻഡ് IT എനേബിൾഡ് ആ ഒരു ബേസിനെ സ്ട്രോങ് ആക്കുക, പ്രൊമോഷണൽ ക്യാമ്പയിൻസ് കൊണ്ടുവരിക, ഒരു പിടി ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ് സൈബർ പാർക്കിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. കേരളത്തിൽ IT ആൻഡ് IT എനേബിൾഡ് സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. 2 രീതിയിലാണ് ഇതൊരു ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഒന്നാമത്തേത് കമ്പനി ലെവറേജസ് വാല്യുബിൾ ലാൻഡ് അസറ്റ് ഓൺഡ് ബൈ ദ ഗവൺമെൻറ്. ആ ഒരു രീതിയിൽ ലാൻഡ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ത്രൂ വയബിൾ ഫിനാൻഷ്യൽ മോഡൽസ് ജനറേറ്റ്സ് ഫണ്ട്സ് ഫോർ ബിൽഡിംഗ് IT ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ സ്റ്റേറ്റ് ഇൻ എ PPP മോഡൽ. രണ്ടാമതായിട്ട് ഫണ്ടും പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്, KFON. വളരെ പ്രധാനപ്പെട്ടതാണ്, പത്രങ്ങളിൽ എപ്പോഴും നിറഞ്ഞു വരുന്നതാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ് KFON. അപ്പോൾ ഇതിന് 2 എയിമുണ്ട്, ട്രാക്ക് 1, ട്രാക്ക് 2. ട്രാക്ക് 1 എയിം എന്ന് പറയുന്നത് to provide high-speed internet connectivity to about 30,000 government and educational institutions. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും 30,000-ഓളം വരുന്ന ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം, ട്രാക്ക് 1 എയിം. ട്രാക്ക് 2 എയിം എന്താണ്? 20 lakh ഇക്കണോമിക് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഫാമിലീസിന് ഫ്രീ ഇൻ്റർനെറ്റ് കൊടുക്കാനും മറ്റ് ആൾക്കാർക്ക് ലോ റേറ്റിൽ ഇൻ്റർനെറ്റ് കൊടുക്കുക എന്നുള്ളതുമാണ് ട്രാക്ക് 2 ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോസ്റ്ററ. ഫോസ്റ്ററ അധികമൊന്നും നമ്മൾ കേൾക്കാത്ത പേരാണ്, പക്ഷേ കേരള എക്കണോമിക് റിവ്യൂവിൽ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ഫുൾ ഫോം ചോദിച്ചാലോ നമുക്ക് പഠിക്കാം. ഫോസ്റ്ററിംഗ് ടെക്നോളജീസ് ഇൻ റൂറൽ ഏരിയ എന്നുള്ളതാണ് ഫുൾ ഫോം. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? വിൽ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ഇൻസെൻറ്റീവ്സ് ടു എലിജിബിൾ സെലക്റ്റഡ് കമ്പനീസ്. സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എങ്ങനെയുള്ള കമ്പനീസ് ആയിരിക്കും നോക്കാം. അത് ആരാണ് നടത്തുന്നത്? KSITIL. It intends to encourage IT and IT enabled services and BPO companies to operate from low-cost rural centers and thereby create employment opportunities in rural area. റൂറൽ ഏരിയയിൽ ഈ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കമ്പനികൾക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഫോസ്റ്റർ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. KSITL ആണ് നടപ്പിലാക്കുന്നത്. KSITL decided to implement a scheme to incentivize establishment across rural panchayats of Kerala. നെക്സ്റ്റ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. എപ്പോഴും നമ്മൾ പത്രത്തിൽ കേൾക്കുന്നതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ KSUM is the nodal agency of Government of Kerala for implementing the entrepreneurship development and incubation activities in the state. Twin aims, objectives ആണ് ഇതിനുള്ളത്. ഒന്ന്, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ്, കേരള ഗവൺമെൻറ്റിൽ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്ന കമ്പനീസിനെ ഒരു ഇൻക്യുബേഷനായിട്ട്
ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഫോർമലി നോൺ as ടെക്നോപാർക്ക് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. ഇതായിരുന്നു അതിൻ്റെ പ്രീവിയസ് നെയിം, ടെക്നോപാർക്ക് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. മാത്രമല്ല ഇന്ത്യയുടെ ആദ്യ സക്സസ്ഫുൾ നോൺ അക്കാഡമിക് ബിസിനസ് ഇൻക്യുബേറ്റർ ആണ്. ഇന്ത്യസ് ഫസ്റ്റ് സക്സസ്ഫുൾ നോൺ അക്കാഡമിക് ബിസിനസ് ഇൻക്യുബേറ്റർ. 2007 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ മിഷൻ ഈസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഡെവലപ്പ് ഓൺടർപ്രണോറിയൽ ടാലൻസ് അമംഗ് യൂത്ത്സ് ആൻഡ് സ്റ്റുഡൻസ് ഇൻ കേരള. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലുമുള്ള ഒരു ഓൺടർപ്രണോറിയൽ ടാലൻറ്റിനെ അൺലീഷ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു പൊട്ടൻഷ്യലിനെ അൺലീഷ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. നെക്സ്റ്റ്, അഡ്രസ് ദ ടെക്നോളജി ബേസ്ഡ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടു ക്രിയേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്കോസിസ്റ്റം റിക്വയർഡ് ടു സപ്പോർട്ട് ഹൈ ആൻഡ് ടെക്നോളജി ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ബിസിനസ്. ഒരുപാട് വലിയ ടെക്നോളജി ആവശ്യമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനെ ഒരു ഇൻക്യുബേറ്റർ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. അടുത്തതായി സീഡിറ്റ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി എന്നുള്ളതാണ് പൂർണ്ണനാമം. സീഡിറ്റ് ഹാസ് ബീൻ ഫംഗ്ഷനിങ് ആസ് ആൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സൊല്യൂഷൻസ് പ്രൊവൈഡർ ഇൻ ദ ഗവൺമെൻറ് സെക്ടർ. നമുക്കറിയാം വിക്ടേഴ്സ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ, കേരള ഗവൺമെൻറ്റിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുക, ഇതെല്ലാം സീഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. 1998 സീഡിറ്റ് സ്ഥാപിതമാകുന്നത്. ആസ് ആൻ ഓഫ് ഷൂട്ട് ഓഫ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ ഒരു തെറ്റിദ്ധാരണയായിട്ട് വിചാരിക്കാം, പക്ഷേ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ടാണ് സ്ഥാപിതമായത്. പക്ഷേ ഇന്ന് കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പല സോഫ്റ്റ്വെയർസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഹൈ ടെക്നോളജി പ്രൊവൈഡറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് സീഡിറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്. അപ്പോൾ എല്ലാവരും കേൾക്കുക, സംശയങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. താങ്ക് യു.